നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTUവിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അപകടത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. മതിലകത്ത് പാമ്പുകടിയേറ്റ് വീട്ടമ്മ മരിച്ചു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTUവിന്റെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. പട്ടിണി മരണത്തിനും പകർച്ചപ്പനിക്കും അടിയന്തര പരിഹാരം കാണുക, പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക, ക്ഷേമനിധി ആനുകൂല്യം നൽകാൻ 100 കോടി രൂപ അനുവദിക്കുക, റേഷൻ സംവിധാനം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. എടത്തിരുത്തി വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ KSKTU ഏരിയ കമ്മിറ്റി അംഗം രത്ന ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി അനുഭവിച്ച വേദനകളും ത്യാഗങ്ങളും തന്നെ നമുക്കറിയാം. അധികാരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും ജാതിയുടെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ടും നടത്തിയ പോരാട്ടങ്ങളിൽ ഈ സംഘടന ഇന്ന് നമുക്കെല്ലാം സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും ഏത് മേഖലയിലും കടന്നു ചെല്ലുവാനും കഴിഞ്ഞത് കർഷക തൊഴിലാളി യൂണിയന്റെ ഈ സംഘടനാപരമായ പ്രവർത്തനത്തിലൂടെയാണ്. KSKTU എടത്തിരുത്തി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് KS ഷനിത് അധ്യക്ഷനായി. MK ഫൽഗുനൻ, KG സുഖ്ദേവ്, PK രവി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM പെരിഞ്ഞനം ലോക്കൽ സെക്രട്ടറി NK രാമദാസ് ഉദ്ഘാടനം ചെയ്തു. ശക്തികളുടെ താല്പര്യങ്ങൾ കീഴ്പ്പെട്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിമാരോ ലീഗിൻ്റെ മന്ത്രിമാരോ അതേപോലെ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിമാരല്ല സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതി മത ശക്തികളുടെ ഏജന്റുമാരാണ് കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നായന്മാർ ഇത്ര മന്ത്രി, മുസ്ലിമിൻ്റെ ഇത്ര മന്ത്രി, ക്രിസ്ത്യാനികളുടെ ഇത്ര മന്ത്രി എന്നല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ മന്ത്രിമാരില്ലാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. ഇതൊക്കെ തീരുമാനമെടുക്കുന്നത് ജാതി സംഘടനകളാണ്. കേരളത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സ്ഥിതിയിലേക്ക് KSKTU പഞ്ചായത്ത് പ്രസിഡന്റ് PK ശശി അധ്യക്ഷനായി. TK രാജു, AM സുബ്രഹ്മണ്യൻ, KK മുരളി, ഗിരിജ രാജു എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KSKTU നാട്ടിക ഏരിയ സെക്രട്ടറി MK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജീവിതത്തായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സർക്കാരിനോട് ഇന്ന് സമരം ചെയ്യുന്നത്. ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾ പ്രധാനമായും ക്ഷേമനിധിയെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ പട്ടിണി മരണങ്ങൾ, അത് രോഗബാധിതരെ സംരക്ഷിക്കുന്ന നിലപാടും ഈ ഗവൺമെന്റ് എടുക്കുന്നില്ല. അതിന് ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് കർഷക തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെടുന്ന ഒരു മുദ്രാവാക്യം. KSKTU വെസ്റ്റ് മേഖലാ സെക്രട്ടറി EK ദേവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. MC ശശിധരൻ, PC മനോജ്, BS ശക്തിധരൻ, VG വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ യൂണിയൻ നാട്ടിക ഏരിയ ട്രഷറർ MC ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ അധ്യക്ഷനായി. CPM നാട്ടിക ലോക്കൽ സെക്രട്ടറി TK ദേവദാസ്, KB ഹംസ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KSKTU ജില്ലാ സെക്രട്ടറി NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. താന്യം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KSKTU ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. സന്ധ്യ ഗണേശൻ അധ്യക്ഷയായി. MV മുകേഷ്, സുധാ ദിലീപ്, VR പ്രകാശ് എന്നിവർ സംസാരിച്ചു. ചാളൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം CV തിരാനി ഉദ്ഘാടനം ചെയ്തു. MG ജയരാജ് അധ്യക്ഷനായി. KV വാസു, NN ജോഷി, OS സുബീഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഈ മാസം 9, 10 തീയതികളിൽ പണിമുടക്കും. ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സ്വകാര്യ ബസ്സുകൾക്കുള്ള ഡീസൽ വിൽപ്പന നികുതി ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 25 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. 2012 നവംബറിലാണ് ഒടുവിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. ക്രൈസ്തവ വിശ്വാസികൾ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു.
ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലീഹായുടെ മരണത്തിന്റെ ഓർമ്മദിനമായാണ് ക്രൈസ്തവർ ദുക്രാന തിരുനാളായി ആചരിക്കുന്നത്. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന ദുക്രാന തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് മാർ ജെയിംസ് പഴയാറ്റിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മറ്റു ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു. എന്നാൽ അവർ പറഞ്ഞു, അവന്റെ കൈകളിൽ ആടുകളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ കാണുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അടുപ്പത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഫാദർ ജോസ് കോന്നൂർ സഹകാർമ്മികനായിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി, സെമിനാർ തുടങ്ങിയവ നടന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്കും ഊട്ടുനേർച്ച വെഞ്ചിരിപ്പിനും രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജോബി പൊഴോലിപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ സനീഷ് തെക്കേത്തല തുടങ്ങിയവർ സഹകാർമ്മികരായി. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. സംഘടന രംഗച്ചപ്പൻ, ശ്രീപോത്ത് കരഞ്ച്, തോമസ്. ഇനിയൊരു ഇടവേള.